വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഓഫ് ഷഹന. ഞാൻ ഷഹന നൗഷാദ്. ഞാനൊരു ബ്യൂട്ടി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു നൈക്ക ഹൗൾ വീഡിയോ ആണ്. ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ചധികം പ്രോഡക്ട്സ് ആണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ബൾക്കായിട്ട് പ്രോഡക്ട്സ് വാങ്ങുന്നത്. കൂടുതൽ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്, സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ കൂടുതൽ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഇപ്പൊ നൈക്കയിൽ പിങ്ക് സമ്മർ സെയിൽ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 12th or 13th ആണ് ഈ സെയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു 18th വരെ ആണ് ഈ സെയിൽ ഉള്ളത്. ഞാൻ വാങ്ങിച്ചതിന്റെ ബില്ലാണ് ഇത്. ഇത്രയും വലിയ ബില്ലാണ് എനിക്ക് കിട്ടിയത്. ഞാനിനി പ്രോഡക്ട്സ് കാണിച്ചു തരാം. ഇത്രയും പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എല്ലാം കാണിക്കും കേട്ടോ. ഇത്തിരി ലോങ് ആയി പോവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഈ പ്രോഡക്ട്സ് എല്ലാം ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യത്തെ പ്രോഡക്റ്റ് ഈ ഒരു മാൾസിന്റെ അൾട്രാ തിൻ ഫൗണ്ടേഷൻ ബ്രഷ് ആണ്. ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് കുറച്ചൊരു ലൈറ്റ് ആയിട്ടാണ്. എനിക്ക് സ്കിൻ പോലെ വേണം, അതേ ടൈമിൽ ഒരു ഫൗണ്ടേഷൻ ലുക്കും വേണം എന്നുള്ളൊരു പ്രിഫറൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ മിക്ക എൻ്റെ മേക്കപ്പ് ലുക്സിലും ഞാൻ അങ്ങനെയാണ് ഫൗണ്ടേഷൻ ഇടാറ്. അപ്പോൾ എനിക്ക് ഇതുണ്ടെങ്കിൽ, ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നല്ല തിൻ സ്ട്രോക്കിൽ ഫൗണ്ടേഷൻ ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഭയങ്കര സോഫ്റ്റ് ബ്രിസിൽസ് ആട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല ഡെൻസിറ്റി ഉണ്ട്, എന്നാൽ നല്ല തിന്നാണ്, കണ്ടോ. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ഞാൻ വാങ്ങിച്ചത് 249 ബ്രഷാണിത്. ഇതിൻ്റെ MRP 249 ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 229 ആണ്. സോ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ റേറ്റിൽ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ്. ഭയങ്കര ക്ലാസി, ഒരു സ്റ്റൈലിഷ് ലുക്ക്, ഭയങ്കര ഒരു ലക്ഷറിയസ് ഫീല്. അപ്പൊ ഇതെന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് ഈ സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് റിമൂവർ പാഡാണ്. ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ കൂടുതലും ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മറ്റേ കോട്ടൺ പാഡ്സും ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്, പക്ഷേ കോട്ടൺ പാഡ്സ് എപ്പോൾ യൂസ് ചെയ്താലും ഇങ്ങനെ അത് ഒരുമാതിരി പിരിന്നു പോവും. അപ്പം എനിക്കത് എപ്പോഴും യൂസ് ചെയ്യാനൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഇങ്ങനൊരു പാഡ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് കുറേ യൂസിന് എടുക്കാമല്ലോ. അത്യാവശ്യം നല്ലപോലെ വാഷ് ചെയ്തെടുത്താൽ മതി. എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്രയും വലിപ്പം എക്സ്പെക്ട് ചെയ്തില്ല. കുറച്ചും കൂടി കുഞ്ഞായിട്ടാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇത്രയും വലിപ്പമുണ്ട്. അതിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല, നല്ല കാര്യം തന്നെ. വലുതായാൽ അത്രയും നല്ലത്, അത്രേ ഉള്ളൂ. സോ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് 209 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ യഥാർത്ഥ MRP വരുന്നത് 299 ആണ്. ഒരു എന്താ പറയുക, ഒരു 90 റുപ്പീസിൻ്റെ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, സ്വിസ് ബ്യൂട്ടിയുടെ പ്രോഡക്ട്സിന് കുറച്ചൊരു റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സെയിലിൽ സ്വിസ് ബ്യൂട്ടിയുടെ കുറച്ച് പ്രോഡക്ട്സിനൊക്കെ റേറ്റ് കുറവുണ്ട്. എനിക്ക് മാൾസിന് അത്രയും തോന്നിയില്ല, പക്ഷെ മാൾസിൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ, കിഡിലം ബ്രാൻഡാണ്. പക്ഷെ മാൾസിന് അത്രയ്ക്കും റേറ്റിൽ ഫ്ലക്ച്വേഷൻ ഇല്ല, പക്ഷേ സ്വിസ് ബ്യൂട്ടിയിൽ കുറച്ചും കൂടി റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു ബ്രാൻഡിന്റെ പേര് എനിക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാണ്. ഞാൻ എന്തായാലും ഒരു ക്ലോസപ്പ് വീഡിയോ കൊടുക്കാം കേട്ടോ. സോ ഇതാണ് പ്രോഡക്റ്റ്. ഇതെൻ്റെ റീപർച്ചേസ് ആണ്. ഇത് ഞാൻ 2ാമത്തെ തവണയാണ് വാങ്ങുന്നത്. ഈ ഒരു സ്പാർക്ക് ക്രീം അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഇത് റീപർച്ചേസ് ചെയ്തത്. ഇത് 500 ml ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നമുക്ക് മിക്ക സലൂണിൽ പോകുമ്പോഴും നമുക്ക് ഈ ഒരു സ്പാ ക്രീം വെച്ച് തന്നെയാണ് അവർ നമുക്ക് സ്പാ ചെയ്ത് തരുന്നത്. പക്ഷേ നമ്മൾ അതിന് കൊടുക്കുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ഒരു റേറ്റ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിലും ഒരുപാട് ഹൈ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഈ ഒരു 500 ml ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്കിത് എന്തായാലും ഒരു 10 യൂസേഴ്സിന് മുകളിലോട്ട് ഒരു
യൂസിന് മേളിൽ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും പ്രോഡക്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ നോർമലി സലൂണിൽ പോയി ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന പൈസേൻ്റെ ഇരട്ടി നമ്മൾ കൊടുത്തിട്ട് വേണം ഒരു പ്രാവശ്യം സ്പാ ചെയ്യാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ സ്പാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അത്. അടുത്ത പ്രോഡക്റ്റ് നോക്കിയാലോ. ഇത് ഫിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ഇതും റീപർച്ചേസ് ആണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഫേവറേറ്റ് സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. എന്താ പറയുക, ബോഡി ലോഷനും ആയിട്ട് ആക്ട് ചെയ്യും, അതേസമയം സൺസ്ക്രീൻ പ്രൊട്ടക്ഷനും കിട്ടും. എനിക്ക് വെളിയിലൊക്കെ പോകുമ്പം ഇത് ഇട്ടുകൊണ്ട് പോകാനും അതേപോലെ എൻ്റെ ബാഗിൽ വെക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതാകുമ്പോൾ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ബോഡിയിൽ സൺസ്ക്രീൻ പ്രൊട്ടക്ഷന് വേണ്ടി ഇടുകയും ചെയ്യാം. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് ബോഡി ലോഷനാണ്, പക്ഷെ ഞാൻ ഫേസിലും ഇടും. അപ്പോൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വെയിലൊക്കെ ഉള്ള ടൈമിൽ ഞാൻ ഫേസിലും ഇടും കേട്ടോ ഇത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ബാഗിൽ വെച്ചാൽ മതിയല്ലോ, ഫേസിനും ബോഡിക്കും സെപ്പറേറ്റ് സൺസ്ക്രീൻ എടുത്ത് വെക്കണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോഡി ലോഷനാണിത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി അടിപൊളിയാണ്. ഒരു തിക്ക് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഉള്ളത്. പക്ഷെ നമ്മൾ അപ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര ഗ്രീസി ആയിട്ടിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആവും സ്കിന്നിൽ. പിന്നെ ഒരു ഹൈഡ്രേഷൻ തരും. ഒരു നല്ലൊരു പ്ലംബി ആയിട്ടിരിക്കും കേട്ടോ സ്കിൻ. ഒട്ടും ഡ്രൈയിങ് അല്ലാതിരിക്കും, എന്നാൽ ഒട്ടും ഗ്രീസി അല്ല. അങ്ങനെ ഒരു നല്ല പ്രോഡക്റ്റ് ആയത്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം. പിന്നെ നൈക്കയിൽ ഇതിന് എനിക്ക് ഭയങ്കര റേറ്റ് കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനിത് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതും 300 സംതിങ്ങിനാണ്. ഇപ്പോഴും ആ ഒരു റേറ്റ് തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു 200 ml ഉണ്ട് പ്രോഡക്റ്റ്. അത് നമുക്ക് 3 സംതിങ്ങിന് കിട്ടും. വേറൊരു പ്രോഡക്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് നൈക്കയുടെ ഷീറ്റ് മാസ്ക് ആണ്. ഷീറ്റ് മാസ്ക് എനിക്കിഷ്ടമാണ്, പക്ഷെ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കൊള്ളാമോ ഇല്ലയോ. ഞാനിത് യൂസ് ചെയ്ത് നോക്കണം, പക്ഷെ ഉടനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പം ഒന്ന് ചില്ലായി ഇങ്ങനെ മറ്റേ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വെക്കാനാണ് ഇഷ്ടം. ഞാനേ ഇതിൻ്റെ റേറ്റൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ പേപ്പറാണിത്. അടുത്തത് എനിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ദ ഈസ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആൻഡ് ജെൽ ഐലൈനർ ആണ് കേട്ടോ അത്. എനിക്ക് പനിയാണ്, അതുകൊണ്ട് എനിക്ക് ജലദോഷമൊക്കെ ഉണ്ട് ചെറുതായിട്ട്. എനിക്കിങ്ങനെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ബ്രീത്ത് എടുക്കുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇതൊരു ഐബ്രോ പൗഡറും ഉണ്ട്, അതേപോലെ ഒരു ജെൽ ഐലൈനറും ആണ് കേട്ടോ ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. നല്ല പാക്കേജിങ് ആണ്, ഭയങ്കര ലക്ഷറി ഫീലാണ് കേട്ടോ തോന്നുന്നത്. ഇതാണ് പ്രോഡക്റ്റ്. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടി വരുന്നുണ്ട്. ആ ബ്രഷിൻ്റെ ക്വാളിറ്റി അടിപൊളി. കാരണം ഞാനിപ്പോൾ കുറച്ചധികം ബ്രഷ് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ബ്രിസിൽസ് ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റിയിലുള്ളൊരു ഇത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോഡക്റ്റ് ഇതാണ്. ഇതാണ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മളുടെ ഐബ്രോ ആ ഒരു പൗഡറാണ് കേട്ടോ. ഇതേ കണ്ടോ, നല്ല ബ്ലാക്ക്, ഒരു ജെറ്റ് ബ്ലാക്ക് ആണ്. ഞാൻ മെയിൻലി വാങ്ങിച്ചിട്ടുള്ള ഇതിൻ്റെ ജെൽ ഐലൈനർ ആ ഒരു സാധനമില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അത് വെച്ചിട്ടാണ് സാധാരണ ഐബ്രോസ് എഴുതാറ്. അത് ഒരു ബ്രഷിലെടുത്തിട്ട് അങ്ങനെയാണ് ഐബ്രോസ് ചെയ്യാറ്. സോ അതിനു വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, 2 in 1 ആണിത്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് വെച്ച് വാങ്ങിയതാണ്. ഇതാണ് ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്കിതാ ഈ ജെൽ ഐലൈനർ കിട്ടും കേട്ടോ. എനിക്കിതിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് തിന്നാൻ തോന്നുക. കാരണം നോക്കിയേ, ഭയങ്കര ജെല്ലി പോലെ ഇരിക്കുന്നു.
സോ ഇതാണ് ഈ രണ്ട് പ്രോഡക്റ്റ് ഈ ഒരു കുഞ്ഞി സാധനത്തിൽ. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു മിറർ ഉണ്ട് ഇവിടെ. അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. നമുക്കിത് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി ചെയ്യാമല്ലോ. ഭയങ്കര ക്യൂട്ട് പാക്കേജിങ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. സോ ഇതിന്റെ റേറ്റ്, ഇതൊരു MRP വരുന്നത് 429 ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 300 അപ്പോൾ ഒരു 129 രൂപയുടെ ഓഫാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അത് ഓക്കേഷ് ആയിട്ടുള്ളൊരു വർത്തി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് നമുക്ക് ഓക്കെ എനിക്കിത് വാങ്ങിച്ച കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ റേറ്റ് നോക്കിയിട്ട് അയ്യോ ഇതിത്തിരി റേറ്റ് കൂടുതലാണ്, ഇതെനിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയൊരു പ്രോഡക്റ്റാണ് ഇത് മെയ്ബലിൻ്റെ സ്കൈ ഹൈ മസ്കാര ആണ് കേട്ടോ. സ്കൈ ഹൈ മസ്കാര ഞാനിത് ഓപ്പൺ ആക്കി കാണിക്കാം. ഇത് വാങ്ങിച്ചതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞാൻ ആക്ച്വലി നല്ല മസ്കാര ഏതാന്ന് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റേ മെയ്ബലിൻ്റെ തന്നെ കൊളോസൽ മസ്കാര ഉണ്ടല്ലോ, അത് നല്ലതാന്ന് കുറേ റിവ്യൂസ് കണ്ടു. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് വാങ്ങാന്ന് വെച്ചാൽ ഞാൻ അതെടുത്ത് കാർട്ടിലോട്ട് ഇട്ടതാണ്. അതിനൊരു 300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് ഞാൻ വെറുതെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വാങ്ങാനല്ല, മറ്റേതാണ് ഞാൻ കാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സെയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് 800 7 സംതിങ് ആയിരുന്നു എന്ന് തോന്നുന്നു, 750 അങ്ങനെ എന്തോ ആയിരുന്നു. ആ റേറ്റിൽ നിന്ന് റേറ്റ് കുറഞ്ഞ് 400 സംതിങ്ങിലോട്ട് ഈ ഒരു പ്രോഡക്റ്റ് വന്നു, ഈ ഒരു മസ്കാര വന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് കൊള്ളാലോ, ഇത്രയും രൂപയിലിരുന്ന് മസ്കാര ഈ ഒരു റേറ്റിലോട്ട് വന്നു, എങ്കിൽ പിന്നെ എനിക്ക് ഇത് വാങ്ങിയാൽ പോരെ, എനിക്ക് കൊളോസൽ മസ്കാര പിന്നെ എപ്പോൾ വേണമെങ്കിലും വാങ്ങാമല്ലോ. കാരണം അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറച്ചൊരു വ്യത്യാസമുള്ളൂ, ഒരു 300 സംതിങ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു മസ്കാര വാങ്ങി. എനിക്കിങ്ങനെ ഒരു ഭയങ്കര തിൻ ബ്രിസിൽസ് വരുന്ന ഒരു ബ്രഷുള്ള മസ്കാര വേണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്കിങ്ങനെ മസ്കാര ഇടുന്ന സമയത്ത് ഇങ്ങനെ താഴോട്ടൊക്കെ തട്ടും, അവിടെ എവിടെയൊക്കെ തട്ടി ചുമ്മാ അത് മാറ്റാനിങ്ങനെ നിൽക്കണം. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഭയങ്കര തിൻ ബ്രിസിൽസ് വരുന്നൊരു മസ്കാര വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഇത് നല്ലൊരു ഓഫറാട്ടോ. ഇതാണ്ടേ 799 ആയിരുന്നു ഇതിൻ്റെ MRP റേറ്റ്, അതായത് ഒരു 800. അത് 360 431 വന്നു കേട്ടോ. റേറ്റ് 431 വന്നു. 368 രൂപയുടെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അതൊരു നല്ല ഓഫറല്ലേ, എനിക്ക് നല്ലൊരു വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ്. സോ അടുത്തത് ഈ ഒരു ബനാന പൗഡർ ആണ്. ഇത് ഇൻസൈറ്റിന്റെ ബനാന പൗഡർ ആട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ബനാന പൗഡർ, റോസ് പൗഡർ, ഇങ്ങനെയൊക്കെ പൗഡേഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ എൻ്റെ അനിയത്തിയോ ഞാനോ ആണ് വാങ്ങിയെന്ന് അറിയില്ല, ഒരു ബനാന പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് കോമ്പാക്റ്റ് പൗഡർ അധികം ഇടാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതിന് പകരം ബനാന പൗഡർ ആട്ടോ ഇടുന്നത്. അത് നല്ലൊരു പ്രോഡക്റ്റായിരുന്നു. പിന്നെ ഞാൻ അത് തന്നെ വീണ്ടും റീപർച്ചേസ് ചെയ്യാൻ ഇരുന്നതാണ്. പക്ഷെ നോക്കിയപ്പോൾ ഇത് കുറച്ചും കൂടി കൊള്ളാമെന്ന് തോന്നുന്നു. ഒരു ഇത്തിരി റേറ്റിന് വ്യത്യാസമുള്ളൂ, അതിനെക്കാട്ടി ഒരു കുറച്ച് കൂടുതലാണിത്. ഇതൊരു നല്ല പ്രോഡക്റ്റ് ആട്ടോ. എനിക്ക് കോമ്പാക്റ്റ് പൗഡർ അധികം ഇഷ്ടമല്ല, പക്ഷെ ഇതെനിക്കിഷ്ടമാണ്. ഇതാകുമ്പോൾ നമ്മളെ സ്കിൻ ടോണിനൊക്കെ ചേരും. എനിക്കൊരു വാം ഷെയ്ഡുള്ളൊരു സ്കിൻ ടോണാണ്. അപ്പോൾ കുറച്ച് വാം ഷെയ്ഡുള്ളവർക്ക് ബനാന പൗഡറാണ് നല്ലത്. കുറച്ച് റോസി ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു പിങ്കിഷ് അണ്ടർടോണുള്ളൊരു ആളാണെങ്കിൽ നിങ്ങൾക്ക് റോസ് പൗഡർ ചൂസ് ചെയ്യാം. അടുത്തത് ഇത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയതാട്ടോ, കാണിച്ചു തരാം. ഇത് മെയ്ബലിൻ്റെ ഇൻസ്റ്റന്റ് ഏജ് റിവൈൻഡ് കൺസീലർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പാക്കേജിങ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് സാധനം. ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടില്ലേ? പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇത് വാങ്ങുന്നത്. ഇത് ഞാൻ 2 ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതെനിക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ.
അടുത്തത് ഈ ഒരു മൂഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ക്ലെൻസിങ് വാട്ടറാണ്, മിസലർ വാട്ടർ. അപ്പോൾ എനിക്ക് ഈ ഒരു മിസലർ വാട്ടർ വാങ്ങണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്, പക്ഷേ എനിക്ക് മിസലർ വാട്ടർ സ്യൂട്ട് ആവില്ല എന്ന് വെച്ചിട്ട് ഞാനൊരു ക്ലെൻസിങ് ബാം അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിലാണ് ഫസ്റ്റ് വാങ്ങിയത്. അത് നല്ലതാണ്, നല്ലപോലെ മേക്കപ്പ് റിമൂവ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ എനിക്ക് മെയിൻലി റിമൂവ് ചെയ്യേണ്ടത് എൻ്റെ മസ്കാര, എൻ്റെ ഐലൈനർ, ഈ പോർഷൻസൊക്കെ കണ്ണിലെ മേക്കപ്പ് ഉണ്ടല്ലോ അത് നല്ലോണം റിമൂവ് ചെയ്യണം. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ക്ലെൻസിങ് ഓയിൽ ഇവിടെ ഇട്ടാലും എനിക്ക് കണ്ണ് നീറും. ഓൾറെഡി എനിക്ക് ഷൂട്ട് ചെയ്ത് ഇത്രയും ലൈറ്റിൻ്റെ മുന്നിൽ നിന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര കണ്ണ് നീറ്റലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതും കൂടി ആകുമ്പോൾ, അതായത് ഈ ക്ലെൻസിങ് ബാമും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര നീറ്റിലാണ് കണ്ണ്. പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, കണ്ണിങ്ങനെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണ് മൊബൈൽ യൂസ് ചെയ്ത് വേറെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു മിസലർ വാട്ടർ വേണമെന്ന് തോന്നിയായിരുന്നു. അതാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ണൊന്നും അത്രയ്ക്ക് ഹാർഷായിരിക്കില്ലല്ലോ, എന്നിട്ട് ഓയിൽ പോലെ ചിലപ്പോഴായിരിക്കും കണ്ണ് നീറുന്നത് എന്ന് വെച്ച് വാങ്ങിയതാണിത്. ഞാൻ കമ്പാരിറ്റീവ്ലി ഭയങ്കര റേറ്റ് കുറവ് കണ്ടിട്ട് വാങ്ങിയതാണ്. 100 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഞാനിത് കയ്യിൽ കിട്ടിയതിന് ശേഷം ചുമ്മാ ഒന്ന് യൂസ് ചെയ്ത് നോക്കി. എൻ്റെ ലിപ്സ്റ്റിക് സ്വാച്ച് ഉണ്ടായിരുന്നു അന്നേരം. ഞാൻ അതിൽ ചുമ്മാ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതൊരു വിധത്തിൽ പോവില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, പിന്നെ എന്തിനാ മിസലർ വാട്ടർ, എനിക്കിത് ഒരു വിധത്തിൽ ആ ഒരു സാധനം പോകത്തില്ല. എന്ന് വെച്ചാൽ അതിലൊരു അനക്കം കൂടിയില്ല. അപ്പോൾ എനിക്കിതൊരു എന്താ പറയുക, ഈ ഒരു പർച്ചേസ് ഭയങ്കര ഫെയിൽഡ് ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയില്ല, എനിക്കത് ഒരു ട്രൈയും കൂടെ ചെയ്ത് നോക്കണം. ഫൗണ്ടേഷനോ മറ്റൊരു മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വർക്കായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ അടിക്കും കേട്ടോ. സോ ഇതാരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ ഒരു മൂഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അതിൻ്റെ കൂടെ എനിക്കൊരു ഫ്രീ പ്രോഡക്റ്റും കിട്ടിയായിരുന്നു. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ ഫ്രീ 7D ഹൈഡ്രോ ബേസ്റ്റ് ഹൈബ്രിഡ് വാട്ടർ സൺസ്ക്രീൻ ആണ് കേട്ടോ. വാട്ടർ സൺസ്ക്രീൻ, അത് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീൻ, SPF 50 ഒക്കെ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയത്. എനിക്ക് നല്ലോണം തുമ്മലൊക്കെ വരുന്നുണ്ട്, നല്ല ജലദോഷമുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു കാർമസിയുടെ ഫേഷ്യൽ റേസറാണ്. എനിക്കിത് അത്യാവശ്യമായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് വാങ്ങിയതാണ്. ഇത് തീർന്നുപോയി. അപ്പോൾ കാർമസിയുടെ ഈ ഒരു റേസർ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു കൊളാബായിട്ട് കിട്ടിയതായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാനത് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ വാങ്ങിയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് റേസർ ഏതാണെന്നറിയോ? വേഗയുടെ ആണ്. വേഗയുടെ റേസർ അടിപൊളിയാണ് കേട്ടോ, ഫേഷ്യൽ റേസർ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാക്കി ഏത് റേസറും കുറച്ച് നാൾ യൂസ് ചെയ്യും, കുറച്ച് നാളെന്നല്ല, ഒരു 2 തവണയിൽ മേളിൽ യൂസ് 3 തവണയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മൂർച്ച പോയതായിട്ട് തോന്നും. അത്രയും യൂസ് ചെയ്തപ്പോൾ തന്നെ ഈ മൂർച്ച പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് വർത്തായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് വേഗയുടെ റേസേഴ്സ് കുറേ കൂടി ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ എന്താ പറയുക, നല്ലപോലെ ഹൈജീനിക് ആയിട്ട് അതൊന്ന് വാഷ് ചെയ്തൊക്കെ വെച്ചാൽ മതി, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. പക്ഷെ ഒരു ലിമിറ്റ് വെക്കണം. ഒരുപാട് നാൾ യൂസ് ചെയ്യരുത്, അത് കളയണം. പക്ഷെ എന്നാൽ കൂടി ഒരു റേസർ എനിക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വേഗയുടെ. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ മൂർച്ച പെട്ടെന്ന് പോവില്ല, എന്നാൽ അത് ഭയങ്കര ഹാർഷും അല്ല സ്കിന്നിൽ. ഭയങ്കര ഇതേപോലെ ഒരു ഗ്രിപ്പുള്ളൊരു മൂർച്ചയാണ് അതിലുള്ളത്. ഇത് നല്ലതാണെന്ന് തോന്നുന്നു. കാർമസി എനിക്ക് രണ്ടാമത് ഇഷ്ടമായിട്ടുള്ള ബ്രാൻഡാണ്. ഇത് അവരുടെ ഈ ഫേഷ്യൽ റേസറും ഐബ്രോ റേസറും കൂടി ഉള്ള ഒരു കോംബോ ആണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നു വാങ്ങിയൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ലോറിയൽ പാരിസിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഷെയ്ഡ് വേർത്തിറ്റ് മീഡിയം എന്ന് പറയുന്ന ഷെയ്ഡ്. ആലിയ ഭട്ട് ഇഷ്ടം എന്ന് പറയുന്ന ഷെയ്ഡ് വേർത്തിറ്റാണ്. എൻ്റെ കുറച്ചും കൂടി ഒരു മീഡിയം സ്കിൻ ടോൺ ആയതുകൊണ്ട് ഞാനൊരു വേർത്തിറ്റ് മീഡിയം ആണ് എടുത്തത്. പക്ഷേ ദിസ് വാസ് ക്വൈറ്റ് ഡിസപ്പോയിൻറ്റിങ്. കാരണം ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടു. പക്ഷേ ഈ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടപ്പോൾ ഭയങ്കര അല്ല,
ഒരു വാഷ് ഔട്ട് ഷെയ്ഡായിട്ട് തോന്നി. ഭയങ്കര ഡിഫറൻസ് എടുത്തറിയുന്നു. ഇങ്ങനെ ചുണ്ടിങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്നു. ബാക്കി ഇതിൻ്റെ ആപ്ലിക്കേറ്ററും കാര്യങ്ങളും എല്ലാം കൊള്ളാട്ടോ, നല്ലതാണ്, നല്ലപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊട്ടും വേർത്തല്ല, വേർത്തിട്ട് മീഡിയം ഒട്ടും വേർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ചില സ്കിൻ ടോണൊക്കെ ചേരുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു ഫോർമുല വേറെയും ലിപ്സ്റ്റിക്സിലുണ്ട്. അപ്പോൾ ഇത്രയും റേറ്റ് കൊടുത്ത് ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് വാങ്ങുന്ന സമയത്ത്. ഇത് നല്ല റേറ്റ് ഉണ്ടല്ലോ, ഇത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നില്ലേ, വാങ്ങിച്ച് നോക്കാം. ഇനിയിപ്പോൾ അത് ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞ് കുറേ നാൾ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയി. ഞാൻ നല്ലോണം ആഗ്രഹിച്ചാണ് കേട്ടോ. ഈ ഒരു റേറ്റിനുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഇതേ ഫോർമുലയിലുള്ള ലിപ്സ്റ്റിക്സ് തരുന്നുണ്ട്. അത് നല്ല നല്ല ഷെയ്ഡ്സ് തരുന്നുണ്ട്. എനിക്കിതിൻ്റെ വേറെ ഷെയ്ഡ് പറ്റുമെങ്കിൽ റീപ്ലേസ്മെൻറ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനിത് റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഷെയ്ഡ് എടുക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതെനിക്ക് സെറ്റായില്ല. സോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അയ്യോ, നേരത്തെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മേബിലിൻ്റെ കോണ്ടോറില്ലേ കൺസീലറില്ലേ, അത് ഞാൻ വാങ്ങിച്ചത്, അതിൻ്റെ MRP റേറ്റ് വരുന്നത് 749 ആണ്. ഞാൻ വാങ്ങിയ റേറ്റ് 404, അതായത് 404 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് തോന്നിയത് മേബലിൻ്റെ കുറേ പ്രോഡക്ട്സിന് നല്ല ഓഫറുണ്ട് കേട്ടോ, നല്ല പ്രൈസ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മേബലിൻ്റെ എന്തെങ്കിലും വാങ്ങാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ യൂട്ടിലൈസ് ചെയ്യാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്തെങ്കിലും റേറ്റ് കുറവുണ്ടോ എന്നൊക്കെ. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് മേബിലിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചപ്പോൾ അതിനൊക്കെ പകുതി വിലയിലായിട്ടുണ്ട് റേറ്റ്. അടുത്തത് ഞാൻ വാങ്ങിയ 2 ബ്ലഷാണ്. ഒന്ന് മാഴ്സ് കോസ്മെറ്റിക്സിൻ്റെയും ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. രണ്ടും ലിക്വിഡ് ബ്ലഷാണ് കേട്ടോ. ഇതാണ് മാഴ്സിൻ്റെത്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ട്വിലൈറ്റ് ആണ്, 02. സോ ഇതാണ് പാക്കേജിങ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓൾറെഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ഏത് സൈഡാണെന്ന് അറിയില്ല, ഞാൻ കാണിക്കുന്നുണ്ട്. അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രീമി ടോപ്പ് ബ്ലഷ് ആണ്. ഇത് ഷെയ്ഡ് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 03 ചീക്കി പീച്ച് ആണ്. ഇതും ഒരു അടിപൊളി ഷെയ്ഡാണ്. സോ ഇത് രണ്ടും ഞാൻ വേറൊരു വീഡിയോയിൽ ട്രൈ ചെയ്യാം. എനിക്ക് മാഴ്സിൻ്റെ ഇട്ടപ്പോൾ സ്കിന്നിൽ ഇട്ടെന്ന് കൂടി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ മാഴ്സിൻ്റെ. സെയിം അതേപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയും നല്ല അടിപൊളി ഒരു ഷെയ്ഡ്, നല്ലൊരു ഫ്രഷ് ലുക്ക് തരുന്ന ഒരു പീച്ചി പിങ്ക് ആണ് കേട്ടോ. നല്ലൊരു ഫ്രഷ് ലുക്ക് തരുന്നൊരു ഷെയ്ഡാണത്. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ എനിക്ക് തോന്നിയത് ഫേസിൽ ഇടുമ്പോൾ ഒരു വെൽവെറ്റ് ഫീലാട്ടോ സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷ് തരുന്നത്. അടുത്തത് ഇതും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വാങ്ങിയതാണ്. മൂസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇത് എനിക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരു ബ്ലറിങ് ലിപ്സ്റ്റിക്ക്. അങ്ങനെ എനിക്ക് കൊളാബും വന്നു മാഴ്സിൽ നിന്ന് ഈ ഒരു ലിപ്സ്റ്റിക്കിന്. പക്ഷെ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ എന്താ പറയുക, പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഞാൻ നൈക്കയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നൈക്കയിൽ നിന്ന് ഇത് ലോഞ്ചായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നൈക്കയിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. സെയിം അതേപോലെ മാഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പോലും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ലിമിറ്റഡ് എഡിഷൻ ആണ് അവർ ഇറക്കുന്നത് കേട്ടോ. ലിമിറ്റഡ് എഡിഷൻ അല്ല, എനിക്ക് തോന്നുന്നു അവർ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് തരുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് അത് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാവണം അവർ ഭയങ്കര ലിമിറ്റഡ് സ്റ്റോക്ക് ഇറക്കുന്നത്. അത് വേഗം ഔട്ട് ഓഫ് സ്റ്റോക്കായി പോവാറുമുണ്ട്. സോ ഇത് ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ച ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഞാൻ ഇപ്പം തന്നെ പറയാം. എനിക്കിതൊട്ടും ഇഷ്ടമായില്ല. ഇതിൻ്റെ ഷെയ്ഡാണ് എനിക്കിഷ്ടമാവാഞ്ഞത്. ഷെയ്ഡ് ആകെ എനിക്ക് നൈക്കയിൽ ഏതോ ഒരു ടൈം കയറി നോക്കിയപ്പോൾ, നോർമലി കയറുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഫുള്ള്. ഏതോ ഒരു സമയം കയറി നോക്കിയപ്പോൾ ഒരു ഷെയ്ഡ് മാത്രം ഒരു സ്റ്റോക്ക് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ എനിക്കിത് വാങ്ങാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ആ ഷെയ്ഡൊന്നും കൺസിഡർ ചെയ്യാതെ വാങ്ങി.
ഉടനെ ഓർഡർ പ്ലേസ് ചെയ്തു. പക്ഷെ വന്നപ്പോൾ ഈ ഷെയ്ഡിന് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ആക്കി. ഒട്ടും ചേരാത്ത ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഒട്ടും ചേരുന്നില്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഒരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡ്. വേണമെങ്കിൽ ഇങ്ങനെ ഒരു കൊറിയൻ ലിപ്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ടെക്സ്ചർ ഒരു ഇടുമ്പോൾ ഒരു വെൽവെറ്റി ഫീലൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒട്ടും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. എത്ര നേരം ഞാൻ അത് ഇട്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നോക്കിയാലും ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടേ ഇരിക്കുക ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമ്മളൊരു ക്ലൈമറ്റിന് നമ്മളൊരു ഇതിനൊന്നും ചേരുന്നൊരു പ്രോഡക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിന് വേറൊരു ഷെയ്ഡ് വല്ലതും വരുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് കേട്ടോ. സി ആ ഒരു ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു മെയിൻ ഒരു ഡിഫക്റ്റ് ആണ് അത് ഒട്ടും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല എന്നുള്ളത്. സോ എന്നിരുന്നാലും ആ ഒരു എന്താ പറയുക ടെക്സ്ചറിന് വേണ്ടി നല്ലൊരു ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ ഞാനിത് ഒന്നും കൂടി വാങ്ങിക്കും. ഇത് ചിലപ്പോൾ ഞാൻ റിട്ടേൺ അടിക്കും കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് കാണിക്കാം. അടുത്തതാ ഈ ഒരു മാഴ്സിന്റെ ഐ ഷാഡോ പാലറ്റ് ആണ്. ഇത് ഡാൻസ് ഓഫ് ജോയ് എന്ന് പറയുന്ന ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. എനിക്കൊരു ന്യൂഡ് ഐ ഷാഡോ പാലറ്റ് വേണമെന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹ്യൂഡ ബ്യൂട്ടിയുടെ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തതാണ്. അത് നല്ലൊരു ഐ ഷാഡോ പാലറ്റ് ആയിരുന്നു. പക്ഷേ അത് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ടാവും. സോ അതൊക്കെ മാറ്റിയിട്ട് നല്ല കുറച്ച് പ്രോഡക്റ്റ്സ് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. ഇത് നോക്കിയപ്പോൾ ഫുൾ എനിക്ക് ആവശ്യമുള്ള ന്യൂഡ് ഷെയ്ഡ്സ് മാത്രമായിട്ടുള്ളൊരു കളക്ഷൻ. സോ അങ്ങനെ വെച്ച് വാങ്ങിയതാണ്. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ന്യൂഡ് നല്ല കളർ പേഫ് ഉണ്ടല്ലോ. ഇത് ഈ ഗ്ലിറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. ആ ഗ്ലിറ്റർ അതേപടി എൻ്റെ കയ്യിൽ പറ്റിയിട്ടുണ്ട്. അതായത് ഇത് സാധാ ഗ്ലിറ്റർ പോലെയല്ല കേട്ടോ. ആ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് കുറച്ച് വലുതാ, സാധാ ഗ്ലിറ്റർ പോലെയല്ല. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഗ്ലാമപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്ലിറ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരില്ല. കാരണം അത് ഭയങ്കര മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വരുന്ന ഗ്ലിറ്റർ അല്ല. കുറച്ച് എന്താ പറയാ പാർട്ടിക്കിൾസ് കുറച്ച് വലുതാണ് ആ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ്. ഈ ഒരു ഷെയ്ഡും കൂടി ഞാൻ സ്വാച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറ്റുമെങ്കിൽ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതാണ് മാഴ്സിന്റെ ആ ഒരു ഐ ഷാഡോ പാലറ്റ്. ഇതിന്റെ റേറ്റ്, ചിലതിന്റെ ഒന്നും റേറ്റ് പറയാത്തത് ഞാൻ ചിലതൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇതിന്റെ റേറ്റ് 299 ആയിരുന്നു MRP. ഞാൻ വാങ്ങിയത് 248. സോ അതാണ് ഇതിന്റെ റേറ്റ്. എനിക്ക് വർത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് മാഴ്സിന്റെ കൂടെ ഒരു ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഇതാ മാഴ്സിന്റെ കളർ ബം എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ചില പ്രോഡക്ട്സിന്റെ കൂടെ ഫ്രീ കിട്ടിയതെല്ലാം മിനി വേർഷൻസ് ആണ്. എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ കൂടെ ഫ്രീ കിട്ടിയിട്ടുണ്ട്. അതും കൂടി കാണിക്കാം. ഭയങ്കര ടൈനി ലിപ്സ്റ്റിക്സ് ആണ് എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ കൂടെ ഫ്രീ കിട്ടിയിട്ടുള്ളത്. ഇനിയും ഉണ്ട് കേട്ടോ. അതെവിടെ ദാ ഭയങ്കര ടൈനി പ്രോഡക്റ്റ്. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചു, ഇത്ര രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് അവർക്ക് ഫ്രീ തരുന്ന ഒരു ഫുൾ സൈസ് ലിപ്സ്റ്റിക്ക് തരാമല്ലോ അങ്ങനെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ എനിക്ക് കിട്ടിയത് മാഴ്സിൽ നിന്നാട്ടോ. മേ ബി സ്വിസ് ബ്യൂട്ടി ഞാൻ പറഞ്ഞ കണക്കൊരു റേറ്റ്, അവർ കുറച്ച് റേറ്റ് കുറച്ചിട്ടുണ്ടല്ലോ, കുറച്ചധികം. സോ അവരുടെ ഫ്രീ കിട്ടുന്ന പ്രോഡക്റ്റ് മിനിയും. മാഴ്സ് അധികം റേറ്റ് കുറച്ചിട്ടില്ല. സോ ഫ്രീ കിട്ടുന്നത് ഒരു ഫുൾ സൈസ് ലിപ്സ്റ്റിക്കും. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ 3 ലിപ് ലൈനേഴ്സ് ആണ്. എനിക്ക് ലിപ് ലൈനേഴ്സ് അർജന്റ് അല്ല, അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. ലിപ് ലൈനേഴ്സ് അധികം യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ. പക്ഷെ ഇനി തൊട്ട് അങ്ങനെ യൂസ് ചെയ്യണം എന്നൊരാഗ്രഹം. സോ നല്ല ക്രീമി ടെക്സ്ചർ വരുന്ന ഒരു ലിപ് ലൈനർ. ഇത് ഞാൻ 3 ഷെയ്ഡിൽ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ബോബി ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡ്. മില്ലി ബോബി ബ്രൗണിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാന്ന് തോന്നുന്നു. ഇത് ചെറി ബ്രൗൺ, ഇത് ബർഗണ്ടി. സോ ഈ 3 ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇത് നല്ല ലിപ് ലൈനറാണ്. ട്രൈ ചെയ്ത് നോക്കാം. വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് 62 അങ്ങനെ എന്തോ റേറ്റിനാണ് ഞാൻ വാങ്ങിയത്.
ഓഫ് അതായത് സെയിൽ അല്ലാത്ത ടൈമിൽ ഇതൊരു 69 അങ്ങനെ എന്തോ റേറ്റിലാട്ടോ വരുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ സംസാരിച്ച സാധനം തീർന്നത് അറിഞ്ഞില്ല. ഒരു ലാസ്റ്റ് പ്രോഡക്റ്റും കൂടി കാണിക്കാറുണ്ട്, പക്ഷെ അതെനിക്ക് ഞാൻ വാങ്ങിയതല്ല, ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്തൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സ്പാ ഇല്ലേ, ഈ സ്പാൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇത്. പക്ഷേ എനിക്കിത് ഹോൾഡ് ചെയ്യാൻ കൂടി പറ്റുന്നില്ല, ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്നു. ഭയങ്കര എന്തോ യൂസ്ഡ് പ്രോഡക്റ്റ് പോലെ. യൂസ്ഡ് അല്ല, പക്ഷേ ഇനി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റ് ആണോ എന്ന് അറിയില്ല. കാരണം എക്സ്പയറി ഒക്കെ നോക്കിയിട്ട് ഉണ്ട്, പക്ഷെ ഇനി അറിയില്ല, ഇനി അവർ എക്സ്പയറി കൂട്ടിയിട്ടിട്ട് തന്നെയാണോ ഒന്നും അറിയില്ല. ലീക്ക് ആയതാണോ എന്നറിയില്ല. ലീക്ക് ആയിട്ടുണ്ടോ നോക്കിയപ്പോൾ ഇല്ല. പക്ഷെ പിന്നെ ഇതെങ്ങനെയാണെന്ന് അറിയില്ല, ഭയങ്കര സ്റ്റിക്ക്, ഇത് പിടിക്കാൻ വയ്യ, ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്നു. മോയ്സ്ചർ കിക്ക് സ്പ്രേ കണ്ടീഷണർ ആണ്. സ്പ്രേ കണ്ടീഷണർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് നല്ലതാണോ അല്ലയോ എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഒന്ന് യൂസ് ചെയ്ത് നോക്കണം, എന്നിട്ട് പറയാം. സോ ലവ്സ്, ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു പിങ്ക് സമ്മർ സെയിലിൽ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു 5K അറൗണ്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വേർത്ത് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചില പ്രോഡക്റ്റ്സ് ഒക്കെ വേർത്തായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണ്ടേ. മറ്റേ മെയ്ബിലിൻ്റെ ലിപ്സ്റ്റിക്ക്, അതേപോലെ ആ ഒരു ക്ലെൻസർ, പിന്നെ നൈക്കയിലെ ഫേസ് ഷീറ്റ് മാസ്ക്. സോ ഇങ്ങനത്തെ പ്രോഡക്റ്റിൻ്റെയൊക്കെ അഭിപ്രായം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയണമെന്നുണ്ട്. സോ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഫോളോ ചെയ്യണം. ഫോളോ അല്ല, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റയിൽ റീലിട്ട് ഫോളോ എന്ന് മാത്രമേ വരത്തുള്ളൂ. ഇതെൻ്റെ ചിലപ്പോൾ ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ലോങ് വീഡിയോ ആയിരിക്കും യൂട്യൂബിൽ. സോ ഞാനൊരു ന്യൂ യൂട്യൂബ് ക്രിയേറ്റർ ആണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു കുറേ മിസ്റ്റേക്ക് ഈ വീഡിയോയിൽ കാണും. അപ്പോൾ എന്താണെന്ന് വെച്ചാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി പറയാം. എനിക്ക് കുറേ കോണ്ടന്റ് ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട്. സോ അതൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. സോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തിക്കോളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.